ഹലോ, ഇന്നത്തെ പാൻകേക്ക് വളരെ സ്പെഷ്യൽ ആണ്, ഹെൽത്തി ആണ്, ഈസി ആണ്. തേങ്ങാപ്പൊങ്ങ് പാൻകേക്ക്. ആദ്യം തേങ്ങാപ്പൊങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു തേങ്ങയുടെ പൊങ്ങാണ്. അതും കട്ട് ചെയ്ത് 1 കപ്പ് എന്ന അളവിലാണ് എടുത്തേക്കുന്നത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം 1/4 കപ്പ് പാലും കൂടെ ആഡ് ചെയ്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. നമുക്ക് ടോട്ടൽ ആവശ്യമായി വരുന്നത് 1/2 കപ്പ് പാലാണ്. അതിൽ 1/4 കപ്പ് പാൽ ഉപയോഗിച്ചാണ് അരച്ചത്. ബാക്കി 1/4 കപ്പ് പാലും മാറ്റി വെക്കുക. അടുത്തതായി 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. നന്നായി ബീറ്റ് ചെയ്യുക. എത്രത്തോളം ബീറ്റ് ചെയ്യുന്നോ അത്രയും നമ്മുടെ പാൻകേക്ക് സോഫ്റ്റ് ആകും. ഇനി ഈ ബൗളിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാപ്പൊങ്ങിന്റെ മിശ്രിതം ചേർക്കുക. അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് ഓട്സ് പൗഡർ ആണ്. 1/2 കപ്പ് ഓട്സ് പൗഡർ ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, ആവശ്യമുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി ഗോതമ്പ് പൊടി 1 കപ്പ് ആണ് എടുക്കുന്നത്. ഇത് കുറേശ്ശെയായി ഒഴിച്ച് ബാറ്റർ നന്നായി ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഗോതമ്പ് പൊടി ആഡ് ചെയ്യുമ്പോൾ ബാറ്റർ നന്നായി തിക്കാവും. അതുകൊണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1/4 കപ്പ് പാല് ഇവിടെ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പാൻകേക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഇതിലേക്ക് മധുരത്തിനായി 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിന് പകരമായി തേനോ പഞ്ചസാരയോ ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിനു ശേഷം നന്നായി ബീറ്റ് ചെയ്യുക. പിന്നീട് ഏലക്ക പൊടി ചേർക്കുക. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയാണ്. ഞാൻ പൊടിയായിട്ടല്ല, ചതച്ചിട്ടാണ് ആഡ് ചെയ്തേക്കുന്നത് ഇവിടെ. ലാസ്റ്റ് 1/4 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്തതിനു ശേഷം 10 മിനിറ്റ് മിശ്രിതം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. പാൻ ചൂടായതിനു ശേഷം നെയ്യോ ബട്ടറോ സ്പ്രെഡ് ചെയ്യുക. തവി കൊണ്ട് ബാറ്റർ കുറേശ്ശെയായിട്ട് ഒഴിക്കുക. ഒരിക്കലും പരത്തരുത്. ചെറിയ തീയില് 2-3 മിനിറ്റ് വരെയാണ് നമുക്കിത് കുക്ക് ചെയ്ത് എടുക്കേണ്ടത്. ഇങ്ങനെ ഗോൾഡൻ നിറത്തിൽ മനോഹരമായ തേങ്ങാപ്പൊങ്ങ് പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് തേങ്ങാപ്പൊങ്ങ് ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഷോർട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണണേ. തേങ്ങ മുളയ്ക്കുമ്പോൾ അകത്ത് രൂപപ്പെടുന്ന ഈ സ്പോഞ്ച് പോലുള്ള ഭാഗം പലർക്കും വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്യണം. സെർവ് ചെയ്യുമ്പോൾ മുകളിൽ കുറച്ച് തേൻ ഒഴിക്കാം. നല്ല രസമാണ് അങ്ങനെ കഴിക്കാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതേപോലെ വ്യത്യസ്തവും ആരോഗ്യകരവുമായിട്ടുള്ള റെസിപ്പികൾക്കായി ലവ്ലി ഹെവൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.